ഹലോ കൂട്ടുകാരെ, ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെ പൊങ്കൽ മഹോത്സവം ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് മാട്ടുപൊങ്കലാണ്. മാട്ടുപൊങ്കൽ എന്ന് പറയുമ്പോഴേക്കും ഈ പശുക്കളെയെല്ലാം കുങ്കുമമൊക്കെ തേച്ച് അവർക്ക് നല്ലോണം അവരെ കുളിപ്പിച്ച് നല്ല ആഹാരമൊക്കെ നൽകി പശുക്കളെയൊക്കെ പൂജിക്കുന്ന ഒരു ഇതായിട്ടാണ് മാട്ടുപൊങ്കൽ ആഘോഷിക്കാറുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നാളെയാണ് കാണും പൊങ്കൽ. അപ്പോൾ കൂട്ടുകാരെ ചിലർ കമൻറ്റിൽ ചോദിച്ചിരുന്നു, കാണും പൊങ്കൽ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വലിയവരെയും പിന്നെ ഉറ്റവരെയും സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കാണുന്നതാണ് കാണും പൊങ്കൽ. പക്ഷേ ഇപ്പോൾ കൂടുതൽ പേരും അതിനൊക്കെ പകരം ബീച്ചിലൊക്കെ പോയി ഇരിക്കാനും ചുറ്റിലും കാഴ്ചകളൊക്കെ കാണാനും ഒക്കെ പോകുന്നതാണ് ഇവിടെ സാധാരണ കണ്ടുവരുന്നത്. എങ്കിലും ഈ കുടുംബാംഗങ്ങളുടെ കൂടെ ഒരുമിച്ച് ദിവസം ചിലവാക്കി പോകുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. പ്രത്യേകിച്ചും നമ്മൾ ചെന്നൈയിലുള്ളവർക്കൊക്കെ മെറീന ബീച്ച് സൈഡിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ വലിയ കൂട്ടമായിരിക്കും. അപ്പോൾ അവിടുത്തെ ഓണം പോലെ തന്നെ ഇവിടെ ഈ 4-5 ദിവസവും അവധിയാണ്, പൊതു അവധിയാണ്. സ്കൂളുകൾക്കൊക്കെ അവധിയാണ്. അത് കഴിഞ്ഞിട്ടാണ് സാധാരണ സ്കൂളുകൾ പൊങ്കൽ കഴിഞ്ഞിട്ട് കാണും പൊങ്കൽ കഴിഞ്ഞിട്ട് 5-ാമത്തെ ദിവസമാണ് പിന്നെയും പ്രവർത്തനം തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാവരും ആഘോഷമൊക്കെ കഴിഞ്ഞ് ചിലവർ ഈ 4 ദിവസവും വെളിയിലൊക്കെ കഴുകി വലിയ വലിയ കളർ കോലങ്ങളിടുകയും പിന്നെ അതിന് വേണ്ട പൊങ്കലും ചക്കര പൊങ്കലും ഇതൊക്കെ. ചക്കര പൊങ്കൽ എന്ന് പറയുന്നത് ഈ കട്ടിപ്പായസത്തിനാണ് ഇവിടെ ചക്കര പൊങ്കൽ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന പതിവുണ്ട്. ഇത് നമ്മുടെ ഫൂജി വന്നിട്ട് മരത്തിൻ്റെ പുറത്തും മതിലിൻ്റെ പുറത്തും ഒക്കെ കയറി നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ സന്തോഷമായിട്ട് ഇരുന്ന് പോസൊക്കെ ചെയ്യണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട്, ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ടോ, അതിന് നല്ലോണം പോസ് ചെയ്ത് വാലൊക്കെ തൂക്കിയിട്ടിട്ട്. അതിന് ഭയങ്കര ഇഷ്ടമാണ് അവന് ഇങ്ങനെ മതിലിൽ ഇങ്ങനെ കുറുകെ കയറിയിരുന്ന് കുറേ നേരം അങ്ങനെ ഇരുന്ന് കാഴ്ചകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. മരത്തിലെ കിളികളോ അണ്ണാനോ എന്തൊക്കെയുണ്ടോ അവരെയൊക്കെ നോക്കിയിരിക്കും. പിന്നെ അവന് ആഹാരത്തിന് അങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല. പിന്നെ വളരെ പാവം പിടിച്ച ഒരു പൂച്ചയാണ്, ഒരു ശല്യമില്ല അവനെ കൊണ്ട്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കസേരകൾ പോലും ഈ വണ്ടിയിൽ വെച്ച് പ്ലാസ്റ്റിക് കസേരയൊക്കെ വിൽപ്പനയ്ക്ക് വരാറുണ്ട്. അപ്പോൾ പൊങ്കലൊക്കെ ആകുമ്പോഴേക്കും കച്ചവടമൊക്കെ കൂടുതലായിരിക്കും സാധാരണ ദിവസങ്ങളെക്കാളും. പൂച്ചകളാണെങ്കിൽ പിന്നെ അവർ അടുത്ത ആഹാരത്തിന് ഓരോ നേരവും ഇങ്ങനെ സമയമാകുമ്പോഴേക്കും നമ്മൾ ക്ലോക്കൊന്നും നോക്കണ്ട, അവർ ഇങ്ങനെ കയറി നിന്ന് കിടന്ന് ബഹളവും അത് കൊടുക്കുന്നവരെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇവിടെ കേരളത്തിൽ കാണുമെന്ന് തോന്നുന്നു പല സ്ഥലങ്ങളിലും ഈ മതിലുകൾ ഒക്കെ ഇതുപോലെ നല്ല മിഴിവാർന്ന മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്ങുകളൊക്കെ ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ ഇത് കൊച്ചു കുട്ടികൾക്കുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളും പിന്നെ ഡോറ പോലുള്ള സീരിയലുകളും ഇങ്ങനത്തെ അതിൽ നിന്നൊക്കെ നല്ല വലിപ്പത്തിലൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. ഈ ഡോറ ബുജി പോലുള്ള കഥാപാത്രങ്ങളൊക്കെ പല പാർക്കുകളിലും ഞാൻ ഇന്നാളൊരു ദിവസവും കാണിച്ചിരുന്നു. അപ്പോൾ ഇതുപോലെ നല്ല നല്ല പെയിൻറ്റിങ്ങുകളൊക്കെ കാണാനായിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് ഇത് മാറ്റാറുണ്ട്. അപ്പോൾ പണ്ടുള്ള പെയിൻറ്റിങ് പിന്നെ കുറേ കാലം കഴിയുമ്പോഴേക്കും അത് മങ്ങി കാഴ്ചയൊക്കെ നിറം മങ്ങിയൊക്കെ പോകുമ്പോഴേക്കും പിന്നെ ഈ മൃഗങ്ങളും പുലിയും അതുപോലെ തന്നെ മാട്, ആന, അതുപോലത്തെ മൃഗങ്ങളുടെ പടങ്ങളും അതൊക്കെ നല്ല ഭംഗിയാണ്. അത് കാണുമ്പോഴേക്കും നല്ല പൊക്കത്തിലും വളരെ വലുതായിട്ട് ഈ ചെയ്തിട്ടുള്ള ഈ കലാകാരന്മാരെ നമ്മൾ അനുമോദിക്കാതെ വയ്യ. അവരത്ര ഭംഗിയായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിലിരിക്കുന്ന കലാസൃഷ്ടിക്കുള്ള കഴിവ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ദിവസങ്ങളെടുത്തിട്ടാണ് അവരിതൊക്കെ ചെയ്യുന്നത്. പിന്നെ അതിൽ ഊഞ്ഞാൽ, അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയ സ്ലൈഡ്, ഇതുപോലെ പല അടുത്തടുത്ത് തന്നെ പല പാർക്കുകളും ഉണ്ടാവും. വൈകുന്നേരത്തെ കാഴ്ചയാണിത്. അപ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന മിഴിവാർന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. നല്ല ഭംഗിയാണ് ഇത് കണ്ടു നിൽക്കാനായിട്ട്. അപ്പോൾ കാക്കകളൊക്കെ പറന്നു പോകുന്നതും ഒരു പോസ്റ്റർ കാർഡ് പോലെ ഇരിക്കുന്നത് കാണാൻ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എന്നും കുഞ്ഞു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇനിയും വരാം. താങ്ക് യു.